നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടോ? അകാല നരയും മുടിക്ക് ബലക്കുറവുമുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുടി കൊഴിച്ചിലും മുടിക്ക് ബലക്കുറവും പലതരത്തിലുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തെ ഇത് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ B12, വൈറ്റമിൻ ഡി, ബയോട്ടിൻ, റൈബോഫ്ലേവിൻ, അയൺ കണ്ടന്റ് തുടങ്ങിയൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത്. ഇവയൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങൾ കഴിച്ചിരിക്കേണ്ട 10 ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുട്ട ദിവസവും കഴിച്ചിരിക്കണം. മുട്ടയിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ ബയോട്ടിനും നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നു. ബയോട്ടിൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിലൂടെ നമ്മുടെ മുടിക്കുള്ള കെരാറ്റിൻ പ്രോസസ്സ് വളരെ ശക്തിയായി നടക്കുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസ് ആയ സെലീനിയം, സിങ്ക് തുടങ്ങിയവ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നു. രണ്ടാമതായി ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി തുടങ്ങിയ ബെറീസ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആന്റി ഓക്സിഡൻസ് ലഭിക്കുകയും നമ്മുടെ ശരീരത്തിൽ കൊളാജൻ പ്രൊഡക്ഷൻ വളരെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ സി ലഭിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അയൺ അബ്സോർബ് ചെയ്യാനും സാധിക്കുന്നു. മൂന്നാമതായി നിങ്ങൾ കഴിച്ചിരിക്കേണ്ടത് ചീര, സ്പിനാച്ച് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ, ഫോളേറ്റ് തുടങ്ങിയവ ലഭിക്കുന്നുണ്ട്. വൈറ്റമിൻ എ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം അത്യാവശ്യമായുള്ള ഒരു വൈറ്റമിൻ ആണ്. അതുപോലെ നിങ്ങൾ കഴിച്ചിരിക്കേണ്ട നാലാമത്തെ ഭക്ഷണം ഫാറ്റി ഫിഷ് അഥവാ നെയ്മീൻ കഴിക്കുന്നതോടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള omega-3 ഫാറ്റി ആസിഡ്സും പ്രോട്ടീൻസും നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നു. ഇവ കഴിക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് ആരോഗ്യവും മുടി വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനമാനം ചെയ്യുന്നു. അഞ്ചാമതായി നമ്മൾ കഴിച്ചിരിക്കേണ്ട ഭക്ഷണം മധുരക്കിഴങ്ങുകൾ, സ്വീറ്റ് പൊട്ടറ്റോസിൽ ബീറ്റ കരോട്ടിൻ ധാരാളമായി അടങ്ങുകയും നമ്മുടെ ശരീരത്തിലെത്തിയ ഉടനെ ഇത് വൈറ്റമിൻ എ കൺവേർട്ട് ചെയ്യും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും. ആറാമതായി അവക്കാഡോ കഴിക്കുന്നതിലൂടെ ഹെൽത്തി ഫാറ്റ്സും അതുപോലെ വൈറ്റമിൻ ഇയും നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നു. വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ അതോടൊപ്പം വൈറ്റമിൻ ഇ നമ്മുടെ സ്കാൽപ്പുകളെയും ഹെയർ ഫോളിക്കിൾസിനെയും ബലപ്പെടുത്തുകയും നല്ല ഹെയർ ഗ്രോത്തിനും ഇവ സഹായിക്കുകയാണ്. ഏഴാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നട്ട്സ് കഴിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി, സിങ്ക് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഹെൽത്തി ഫാറ്റ്സ് ഈ പലതരത്തിലുള്ള നട്ട്സിൽ നിന്ന് ലഭിക്കുന്നു. എട്ടാമതായി നിങ്ങൾ നിർബന്ധമായി കഴിച്ചിരിക്കേണ്ടത് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് തുടങ്ങിയവയിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും omega-3 ഫാറ്റി ആസിഡ്സ് ഉൾപ്പെടെ നമ്മൾക്ക് ലഭിക്കുകയും നമ്മുടെ മുടിയുടെ ഓവറോൾ ഹെൽത്തിന് ഇവ സഹായിക്കുകയും ചെയ്യുന്നു. ഒൻപതാമതായി നിങ്ങൾ നിർബന്ധമായി കഴിച്ചിരിക്കേണ്ടത് പലതരത്തിലുള്ള ബീൻസ് കഴിക്കുന്നതിലൂടെ പ്രോട്ടീൻ, സിങ്ക് തുടങ്ങിയ അനേകം ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലഭിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കേണ്ടതാണ് സോയാബീൻസ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻസ് ധാരാളമായി ലഭിക്കുകയാണ്. പത്താമതായി നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഭക്ഷണമാണ് മീറ്റ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ അയൺ കണ്ടന്റും ധാരാളമായി ലഭിക്കുന്നു. പ്രോട്ടീൻ കണ്ടന്റ് കിട്ടുന്നതിലൂടെ ഹെയർ ഫോളിക്കിൾസിന് ഗ്രോത്തിന് സഹായിക്കുകയും അയൺ കണ്ടന്റ് ബ്ലഡിലൂടെ ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കുവാനായിട്ടും ധാരാളം സഹായിക്കാറുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, ഹെയർ ലോസ് തടയാനും അതുപോലെ തന്നെ അകാല നര തടയാനും സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ആഹാരം കഴിക്കുന്നതിനോടെ തന്നെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയുന്നതിന് ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. നിങ്ങൾക്കും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഹോമിയോപ്പതിക് ഡോക്ടറെ കാണുകയോ കൺസൾട്ടേഷൻ നടത്തുകയോ ചെയ്യുക. അതോടൊപ്പം ഈ പറഞ്ഞ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കുക.